എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരു വിസിറ്റ് വിസയിൽ UAE-യിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്ക് ഒരു ഡെവലപ്പർ എന്ന ജോലി സ്വപ്നം കണ്ടിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തിട്ട് വേണം നാട്ടിൽ നിന്ന് വരാനായിട്ട്. ഇവിടെ UAE-യിൽ 80% ജോബും ലിസ്റ്റ് ചെയ്യുന്നത് ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഡിഗ്രി വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഇൻ്റർവ്യൂ പാസ്സായതിനു ശേഷം നമ്മുടെ വിസ പ്രോസസ്സിങ് ടൈമിൽ HR വന്നിട്ട് നമ്മുടെ അടുത്ത് എന്ത് ചോദിക്കും? നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതുപോലെ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ വാലിഡ് അല്ല. ഇവിടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ഹൈ കോട്ടയിൽ ഒരു വിസ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അത് നാട്ടിലത്തെ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ വരാനായിട്ട്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ നമുക്കിവിടെ മോഫ അറ്റസ്റ്റേഷൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമ്മൾ അറ്റസ്റ്റ് ചെയ്തിട്ടില്ല, ഇവിടെ വന്നിട്ട് നമ്മുടെ ജോബിന് അവർ അറ്റസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്നും ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അവർ ഏകദേശം ഒരു 450 മുതൽ 500-600 ദിർഹം വരെ അവർ ഫീസ് ഈടാക്കും. നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ഇത്രയും രൂപ നമുക്ക് ചിലവാക്കേണ്ട ആവശ്യകത വരുന്നില്ല. പിന്നെ ഇവിടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു 10 to 20 ഡേയ്സ് ഗ്യാപ്പിൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ വിസ പ്രോസസ്സിങ് അവിടെ ഡിലേ വരും. ഇനി അറ്റസ്റ്റ് ചെയ്ത ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോലെയുള്ള ഹൈ ലെവൽ കോട്ട നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടും. നമ്മുടെ ടൈറ്റിൽ നമ്മുടെ വിസയ്ക്കകത്ത് എപ്പോഴും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ല, ഇപ്പം കമ്പനിക്ക് നമ്മളെ വളരെയധികം അത്യാവശ്യമുണ്ട്. അപ്പോൾ അവർ നോക്കിയപ്പോൾ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ അവർ പറയും ഓക്കെ, ഞങ്ങൾ വേറെ ഏതെങ്കിലും കോട്ടയിൽ അപ്ലൈ ചെയ്യാം എന്ന് പറയും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പം വെബ് ഡിസൈനർ എന്നുള്ള കോട്ടയിലോ അല്ലെങ്കിൽ വെറും ഡെവലപ്പർ എന്നുള്ള കോട്ടയിലോ അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻറ്റ്. ഇപ്പോൾ ഞാൻ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ആ ഒരു നമുക്ക് വെബ് ഡിസൈനർ അല്ലെങ്കിൽ ഡെവലപ്പർ എന്ന് പറയുന്ന കോട്ട കിട്ടിയില്ലെങ്കിൽ അവർ ചിലപ്പം അഡ്മിനിസ്ട്രേറ്റർ കോട്ടയോ അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കോട്ടയിലായിരിക്കും അവർ വിസ എടുക്കുന്നത്. ഇനി ഈ ഹൈ ലെവൽ കോട്ട അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോലെയുള്ള ടൈറ്റിൽ നമുക്ക് കിട്ടുമ്പം അതിവിടെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കിൽഡ് എംപ്ലോയീസിൻ്റെ കാറ്റഗറിയിലാണ് അത് പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പം ഇൻ കേസ് നമുക്കിപ്പം ഇവിടെ ഗോൾഡൻ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നേരം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്കിപ്പം ഇൻ കേസ് നമ്മുടെ ജോലി നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കോട്ടയിലുള്ള ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 28 ഡേയ്സ് മാത്രമേ ഗ്രേസ് പീരീഡ് കിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള നമ്മുടെ ഹൈ കാറ്റഗറി കോട്ടയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 to 90 ഡേയ്സ് വരെ നമുക്ക് ഗ്രേസ് പീരീഡ് കിട്ടും. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അതായത് നമുക്ക് ഹൈ കാറ്റഗറി കോട്ടയിലുള്ള ടൈറ്റിലാണെന്നുണ്ടെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് നാട്ടിലോട്ട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിവിടെ GDRFയുടെ അപ്രൂവൽ എടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ഇതുപോലെയുള്ള ഹൈ കാറ്റഗറിയിലുള്ള സ്കിൽഡ് എംപ്ലോയീസിന് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ബാൻ വളരെ കുറവായിരുന്നു. അവർ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് അപ്രൂവൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ കുറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ അപ്ലൈ ചെയ്യുമ്പം അവർക്ക് ഡിലേ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. സോ എപ്പോഴും ഏറ്റവും നല്ലത് നമ്മുടെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ നാട്ടിൽ ജോലി അന്വേഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് കൺട്രിയിലോട്ടാണെങ്കിലും അറ്റസ്റ്റ് ചെയ്തിട്ട് മാത്രം പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.